സർ, ഈ തായ്ലാൻഡ് മ്യാൻമാർ അതിർത്തിയിൽ ഒരു അധോലോക സംഘം തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 500ഓളം ആൾക്കാരെ ജോലി വാഗ്ദാനം ചെയ്ത് 500 7,000 പേര് 7,000 പേര് 12 രാജ്യങ്ങളിൽ നിന്ന്, ഒരു ഡസൻ രാജ്യങ്ങളിൽ നിന്ന്. ഈ മനുഷ്യന് എന്തിനായി ഈ ആർത്തിപ്പണ്ടാരങ്ങളൊക്കെ ഓടി അവിടെ പോകുന്നത് എനിക്കറിയാം. 300 പേരാണ് ഇന്ത്യയിൽ നിന്ന് പോയി തലവെച്ച് കൊടുത്തത്. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നിട്ട് ഈ സൈബർ ക്രൈം ഇവരെ കൊണ്ട് ചെയ്യിക്കുക. അതിൽ ചൈനക്കാരുണ്ട്, ഇന്ത്യക്കാരുണ്ട്, ഫിലിപ്പീൻസ് വഴിയെ പോയ പണ്ടാരങ്ങൾ മുഴുവനുണ്ട്, മലയാളികളുമുണ്ട് കുറേ. എനിക്ക് മനസ്സിലാവണില്ല, ഇതൊക്കെ ഒരു വെരിഫിക്കേഷനും ഇല്ലാതെ ആരെങ്കിലും വാടാ നിനക്ക് ഞാൻ ജോലി തരാമെന്ന് പറയുമ്പോൾ ഇവന് ഇവിടെ നിന്ന് അങ്ങ് സ്ഥലം വിടുകയാണ്, പോയി വല്ലയിടത്തും തലവെച്ചു. മ്യാൻമർ അഥവാ ബർമ എന്ന് പറയുന്ന സാധനം ഒരു ഡേഞ്ചറസ് ഏരിയയാണ്. അവിടെ പട്ടാള ഭരണമാണ്. പട്ടാള ഭരണം മ്യാൻമറിൻ്റെ ഉള്ളിലാണ്. മ്യാൻമറിൻ്റെ ഔട്ടർ റിങ്, കടൽ പ്രദേശം, ഇതൊക്കെ ആർക്കും കയറി മേയാവുന്ന കൊള്ളസംഗതികളാണ്. അങ്ങനെയാണ് ഈ അരക്കൻ ആർമി എന്നൊക്കെ പറയുന്നത്. ഇരിസാൻ ആർമി അത് മ്യാൻമറിലാണ് പ്രവർത്തിക്കുന്നത്. മ്യാൻമർ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്ന കാരണം അത് ഒരു ലെജിറ്റിമേറ്റ് സർക്കാരല്ല, അത് പട്ടാള ഭരണമാണ്. അത് കുറേ ഏരിയ അവരുടെ കയ്യിൽ വെച്ചിട്ട് അവരങ്ങ് സൂഹിക്കുന്നു. ബാക്കി ആർക്ക് വേണമെങ്കിലും കയറാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉള്ള മാഫിയ പ്രവർത്തനം മുഴുവൻ നടക്കുന്ന സ്ഥലം. ഇത് മാത്രമൊന്നുമല്ല, മെക്സിക്കോയിൽ ഈ പരിപാടിയാണ്. മെക്സിക്കോയിൽ ഒരു സർക്കാരൊക്കെ ഉണ്ട്, ബട്ട് ലിമിറ്റഡ് റീച്ചേ ഉള്ളൂ. കുറേ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇല്ല. ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് നെറ്റ്വർക്ക് പോലെ. ഇമാജിൻ, നമ്മളുടെ സർക്കാരിന് എന്ത് പവറാണുള്ളത്. ഇപ്പോൾ ഹെൽമെറ്റ് വയ്ക്കാതെ ലക്ഷ്മി വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നു. ഒരു പോലീസുകാരൻ വഴിയിൽ നിൽക്കുന്നത് കാണുന്നു, വണ്ടി നിർത്തുന്നു, എന്നിട്ട് വണ്ടി തള്ളിക്കൊണ്ട് പോകുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി തള്ളിക്കൊണ്ടാണ് പോകുന്നത്, വണ്ടി ഓടിക്കുകയൊന്നുമല്ല. ഒരു 50 അടി കടന്നു കഴിയുമ്പോൾ പോലീസുകാരൻ പുറകിലായില്ലേ, 50 അടി പുറകിലില്ലേ, വണ്ടി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ പോലീസുകാരൻ്റെ അവിടെ നിന്ന് 50 അടി മുന്നോട്ടും 50 അടി പുറകോട്ടും. ഇതാണ് ജനാധിപത്യ ഭരണം. നമ്മുടെ സർക്കാരൊക്കെ നമ്മളെ ഭരിക്കുകയാണെന്നാണ് അവരുടെ വിചാരം. ഒരു ചുക്കുമില്ല. നമ്മുടെ സംസ്കാരം കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്, അല്ലാതെ പോലീസ് നിയന്ത്രിച്ചിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ ബർമ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ശുദ്ധ അരാജകത്വമാണ്. അവിടെ റിക്രൂട്ട്മെൻറ്റ് മ്യാൻമറിലാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ തലയ്ക്ക് വെളിവുള്ളവനത് വേണ്ടാന്ന് നയിക്കണം. അവിടെ പോയിട്ട് നമ്മുടെ ആൾക്കാരെ ഇപ്പോൾ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ആർക്കും പ്രശ്നമൊന്നുമില്ല കേട്ടോ. C-17 പ്ലെയിനിലാണ് കൊണ്ടുവന്നത്. എന്തുകൊണ്ട് ബോയിങ്ങിൽ കൊണ്ടുവന്നില്ല? യാത്രാവിമാനത്തിൽ കൊണ്ടുവരണ്ടേ? സഡൻ ഇവാക്യുവേഷന് പറ്റിയ ഒരു വിമാനമാണ് C-17. അത് നമ്മൾ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഇന്ത്യൻ എയർഫോഴ്സിനോട് ഇവനൊക്കെ നന്ദി പറയണം, ജീവനോടെ തിരിച്ചു കിട്ടിയതിന്, കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വിട്ടതിന്. 266 ആൾക്കാരോളം ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയാണ് അവർ ഗവൺമെന്റിന് നടത്തേണ്ടി വന്നത്, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അല്ല, നമ്മൾ രക്ഷിച്ചത് നമ്മുടെ ആൾക്കാരെ മാത്രമല്ല, കുറേ അധികം ചൈനക്കാരെയും മറ്റു നാട്ടുകാരെയും എല്ലാം തായ്ലൻഡ് എയർപോർട്ട് വരെ കൊണ്ടുവന്ന് വിട്ടത് നമ്മുടെ സേനയാണ്. അവിടെ നിന്ന് വിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് അവരുടെ രാജ്യക്കാർ കൊണ്ടുപോയി. ചൈനയിൽ പോയവരുടെ ഗതി അറിയാമോ? അവിടെ ചെന്നപ്പോൾ ഒരു വിലങ്ങ് വെച്ചു. നമ്മൾ അമേരിക്കയിൽ നിന്ന് വന്നവരെ ഇവിടെ വന്നപ്പോൾ വിലങ്ങ് കഴിച്ചു. മ്യാൻമറിൽ നിന്ന് ചൈനയിൽ തിരിച്ചെത്തിയവരെ ചൈനയിൽ ഇറങ്ങിയപ്പോൾ ചൈന വിലങ്ങ് വെച്ചു. കാര്യം എന്താണെന്നറിയാമോ? ക്രിമിനൽസാണ്. ചൈന ഇവരെ കാണുന്നത് നിങ്ങൾ അന്യനാട്ടിൽ പോയി ക്രൈം ചെയ്തവരാണ്. അവർ സിറ്റിസൺസ് വെന്റ് ടു സം അതർ കൺട്രി ആൻഡ് കമ്മിറ്റഡ് എ ക്രൈം ദർ. ഇവരൊക്കെ ക്രൈമല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, സൈബർ ക്രൈം ആണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, ഹണി ട്രാപ്പിംഗ് ആണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഫുഡ് കൊടുക്കാതെ പോയി തലവെച്ച് കൊടുക്കുക എവിടെയെങ്കിലും, എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് അവിടെ കിടന്ന് എനിക്ക് ചോറ് തന്നില്ല, എനിക്ക് വെള്ളം തന്നില്ല എന്ന് പറഞ്ഞ് കിട്ടിയില്ല. അവിടെ എന്തിനു പോയി? അവിടെ IT ജോബാണെന്ന് പറഞ്ഞിട്ടാണ് പ്രോമിസ് ചെയ്തിട്ട് അവരെ കൊണ്ടുപോയത്. ബർമയിൽ IT ജോബ് എന്ന് കേട്ടാൽ തന്നെ അറിഞ്ഞൂടെ? ബംഗ്ലാദേശിൽ സ്വർഗരാജ്യം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി പോവുക? മാസം 15 ലക്ഷം രൂപ ശമ്പളം തരാം, പോവുക? ഇല്ല. ബംഗ്ലാദേശിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ
എന്തോ കുഴപ്പം പിടിച്ച സ്ഥലമാണ്. അതുപോലെയാണ് മ്യാൻമർ, പാർട്ട്ലി തായ്ലൻഡ് അതുപോലെയാണ്. ഇതൊക്കെ മോസ്റ്റ് വൃത്തികേടുകൾ നടക്കുന്ന സ്ഥലങ്ങളാണിതെല്ലാം. ഞാൻ ഇവരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രിയപ്പെട്ട ക്യൂബയുണ്ടല്ല, അവിടെ നടക്കാത്ത അക്രമമുണ്ട്. ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ഒരു കേന്ദ്രം ക്യൂബയിലെ. ക്യൂബയിൽ എനിക്കിപ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് ജോലി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല. ആരെങ്കിലും എന്നോട് കൺസൾട്ട് ചെയ്താൽ ഞാൻ പോകണ്ടെന്നേ പറയുള്ളൂ. സർട്ടൺ കൺട്രീസ് യു ഹാവ് ടു ബ്ലാക്ക് ലിസ്റ്റ്. അത് അവരുമായിട്ട് നമുക്ക് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല, റിസ്ക്കിയാണ് അവിടെ പോകുന്നത്. പാകിസ്ഥാനിൽ ജോലി കിട്ടിയാൽ പോകും ആരെങ്കിലും, സോഫ്റ്റ്വെയർ ആണ്, പോവില്ല. അതുപോലെയാണ് ബർമ്മ. ഇവിടെയൊക്കെ പോയി തലവെച്ചിട്ട് പിന്നെ അയ്യോ പത്തോന്ന് പറഞ്ഞ് നിലവിളിക്കുക. വാസ്തവത്തിൽ മോദി ആയതുകൊണ്ടാണ് ഈ കൊണ്ടുവന്നത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ അവിടെ കിടക്കട്ടെ എന്ന് പറയും. പോയതല്ലേ റിസ്ക് എടുത്ത്, അവിടെ കിടക്കട്ടെ, അതൊക്കെ വരട്ടെ. ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇതുപോലെ പുറത്ത് എത്ര പേര് എവിടെയൊക്കെ പോയി കിടക്കുന്ന ആർക്കറിയാം. അമേരിക്കയുടെ ലിസ്റ്റിൽ 18,000 പേരാണല്ലോ അൺഓതറൈസ്ഡ് ആയിട്ട് അവിടെ താമസിക്കുന്നത്. ട്രംപിൻ്റെ ലിസ്റ്റ് 18,000 നമ്മൾ സമ്മതിച്ചതാണ്. 18,000 നമ്മൾ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു. 3 വിമാനവും മറ്റോ വന്നു, പിന്നെ വന്നിട്ടില്ല. ഇനി ബാക്കിയുള്ള എപ്പോൾ വരുമെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് എന്താ ജോലി എന്താണെന്നൊന്നും അന്വേഷിക്കാതെ അവിടെയൊക്കെ പോയി തലവെച്ച് കൊടുത്താൽ എന്ത് ചെയ്യും? അവനവൻ്റെ ജീവനെ പറ്റി അവനവനൊരു വിലയും ഇല്ലെങ്കിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനു മുമ്പ് സിറിയയിൽ വലിയ ബഹളം നടക്കുമ്പോൾ അന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ ആയിട്ട് പറഞ്ഞു. അവിടെ ഒരു റെജീം ചേഞ്ച് നടക്കുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്, ഇന്ത്യക്കാർ മുഴുവൻ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. 3 മാസം മുമ്പ് വിദേശ കാര്യാലയത്തിൽ നിന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയിപ്പ് കൊടുത്തു. സിറിയയിൽ വന്നില്ല. കുറേ പേര് വന്നു കേട്ടോ, കുറച്ച് പേര് വന്നില്ല. ലാസ്റ്റ് അവർ ഇത് ലാസ്റ്റ് ഫ്ലൈറ്റാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറിക്കോളണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും 10 നേഴ്സുമാരോ മറ്റോ കന്യാസ്ത്രീകളോ ആരോ ഞങ്ങളെ ആരെന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് അവിടെ താമസിച്ചു. ഒടുവിൽ എങ്ങനെയോ അവരെയും രക്ഷപ്പെടുത്തി. ബട്ട് ഇങ്ങനെയാണ് നമ്മുടെ ആൾക്കാരുടെ പെരുമാറ്റം. വാണിംഗ് കൊടുത്താൽ തിരിച്ചു വരില്ല. ഇത് അപകടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാരമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഇയാളെ ഫ്രീ ആയിട്ട് കൊണ്ടുവരാം. കൊണ്ടുവന്നാൽ മാത്രം പോലെ ഇവിടെ ജോലി കൊടുക്കണം. ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്നു നോക്കിക്കോ. എനിക്ക് മാസം 2 ലക്ഷം രൂപ ശമ്പളം ബർമ്മയിൽ ആ കള്ളക്കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി. അത് നടന്നില്ല, ഞാൻ തിരിച്ചു വന്നു. ഇപ്പോൾ എനിക്ക് കേരള സർക്കാർ 2 ലക്ഷം രൂപയ്ക്ക് എന്നെ ജോലിക്ക് വയ്ക്കണം, അല്ലെങ്കിൽ നരേന്ദ്രമോദി കാശ് തരണം. നരേന്ദ്രമോദിയാണ് എളുപ്പം ചോദിക്കാൻ. ഇതാ ഇവരുടെ സാധ്യതയുണ്ട്. പോയി രക്ഷപ്പെടുത്തിയില്ലേ, എന്തായാലും നാട്ടിലേക്ക് തിരിച്ചും കൊണ്ടുപോകും. അമേരിക്കയിൽ നിന്ന് പുറത്താക്കിയവർക്കെല്ലാം IAS ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞ് അടുത്ത ഡിമാൻഡ് വരും. അമേരിക്കയിൽ നിന്ന് അവർ വിലങ്ങ് വെച്ച് ഇങ്ങോട്ട് വിട്ടില്ലേ, ഇവർക്കൊക്കെ IAS ലെവലിൽ ശമ്പളം കൊടുക്കണമെന്ന് പറയും. ഇങ്ങനത്തെ ഒരു ജനതയാണ് നമ്മൾ. ഒരു കാലത്തും നമ്മൾ ശരിയാവില്ല, നന്നാവില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ വാസ്തവത്തിൽ ഈ കൊള്ള സംഘത്തേക്കാൾ കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് അതിൽ പോയി തലവെച്ചവരെയാണ്. ദ മൊമെൻറ്റ് യു നോ ദാറ്റ് നിങ്ങളുടെ ഫ്ലൈറ്റ് എങ്ങോട്ടാണ് എന്നറിഞ്ഞാൽ, സ്ഥലം എവിടെയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, റിഫ്യൂസ് ദാറ്റ്. നെവർ ഗോ ടു മ്യാൻമാർ, തായ്ലൻഡ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈവൻ ശ്രീലങ്ക. കുറേ കാലത്തേക്ക് ശ്രീലങ്കയിൽ പോലും യു കനോട്ട് ടേക്ക് ആൻ എംപ്ലോയ്മെൻറ്റ്. ഇതൊക്കെ ഇങ്ങനെ എങ്ങും തൊടാതെ അരാജകത്വമായിട്ട് നിൽക്കുന്ന നാടുകളാണ്. സെറ്റിൽഡ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം മനുഷ്യൻ ജോലിക്ക് പോകാൻ. അല്ലാതെ വെറുതെ ഇവിടെ ശമ്പളം കുറവാണെന്ന് പറഞ്ഞിട്ട്, ഐ ആം ഷുവർ ഈ പോയതിൽ ഭൂരിഭാഗം പേരും ഇവിടെ ഉണ്ടായിരുന്ന ജോലി രാജിവെച്ചിട്ടായിരിക്കും പോയിരിക്കുന്നത്. കാരണം ഇവർ ഭയങ്കര അട്രാക്റ്റീവ് ഇതൊക്കെ പറയുമല്ലോ, ഓഫർ പറയും. ഈ ഓഫർ വിശ്വസിക്കും. ഇതിൻ്റെ റെഡ് ഫ്ലാഗ്സ് ഉണ്ടാകും ഓരോ സമയത്തും. ഇതിൽ പോയി തിരിച്ചു വന്ന് എല്ലാവരും സൈറ്റിൽ ഗൂഗിളിലൊക്കെ നോക്കുമല്ലോ, ഇങ്ങനെ പോയത് അതിലൊരുപാട് പേര് റിവ്യൂസൊക്കെ ഇട്ട് കാണും. ഞാൻ പറ്റിക്കപ്പെട്ടു, എന്നെ അങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ ചെയ്തു, എന്നിട്ട് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടൊക്കെ ഉണ്ടാവും. ബട്ട് ഈ നെഗറ്റീവ് റിവ്യൂസ് ഒന്നും തന്നെ ഇവർ കണക്കിലെടുക്കില്ല. കാരണം എനിക്ക് കിട്ടാൻ പോകുന്നത് 15 lakhs ആണ്, അയാൾക്ക് എന്തോ കുഴപ്പം പറ്റി കാണും, എനിക്ക് അങ്ങനെയൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ പോയാണ് ഈ കുരുങ്ങുന്നത്. ഇപ്പം തിരിച്ചു വന്നത് ഭാഗ്യം. ഇനിയും ഉണ്ടാവും അവിടെ.
ഞാൻ പറയാം, എനിക്ക് നമ്മൾ മലയാളികളല്ലേ, നമുക്കറിയാമല്ലോ നമ്മുടെ സ്വഭാവം. കുറേ പേര് ഇനിയും അവിടെ കിടപ്പുണ്ടാവും. ഏതായാലും ഈ ഒരു ഭയങ്കര സാഹസികമായ ഒരു സർജിക്കൽ എന്താ പറയുക, സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിലും ഒരു എന്താ പറയുക, ഒരു വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഇന്റർവെൻഷനാണ് ചെയ്തിരിക്കുന്നത്. ആരുടെയും ജീവനൊന്നും പോയിട്ടില്ല, നമ്മളുടെ ആൾക്കാരെ നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ബാക്കിയുള്ളവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടോ? ദാറ്റ് ഈസ് ബിക്കോസ് ഈ ബർമീസ് ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരത്ര വലിയ മാഫിയൊന്നും അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. യു പ്ലേ വിത്ത് ഇറ്റാലിയൻ മാഫിയ ഓർ മെക്സിക്കൻ മാഫിയ, അവർ കളി പഠിപ്പിക്കും. മെക്സിക്കൻ മാഫിയയുടെ കയ്യിൽ അവർക്ക് വിമാനമുണ്ട്, അവർക്ക് മിസൈലുണ്ട്, അവർക്ക് സബ്മറൈൻസ് ഉണ്ട്. ഇവിടുത്തെ വെറുതെ ഈ തമ്മനും ഷാജി എന്നൊക്കെ പറയുന്ന അവിടെ ആ ടീമൊന്നും അല്ലാതെ ഹ്യൂജ് എസ്റ്റാബ്ലിഷ്മെന്റ്. സ്വന്തം രാജ്യം ഉണ്ടവർക്ക്. ആ ഏരിയയിൽ വേറെ ആരും കടക്കാതെ അവർ നോക്കും. ഗവൺമെൻറ് ഇപ്പോൾ മെക്സിക്കൻ ഗവൺമെൻറ്റില്ല, ഗവൺമെൻറ് അവിടെയുണ്ട്. നമ്മുടെ നാട്ടിലും പണ്ട് ഇങ്ങനെയല്ലായിരുന്നു, രാജഭരണമൊക്കെ ഉണ്ടായിരുന്നു കാലത്ത്. രാജാവ് എന്നൊക്കെ പറയാൻ ഒരു ലിമിറ്റഡ് റീച്ചേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഓരോരുത്തർ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാണ്. നടന്നു പോകണമെങ്കിൽ അയാൾ കാശ് കൊടുത്ത് ഒച്ചാനിച്ച് ഞാൻ ഇതിൽ പൊക്കോട്ടെ ചേട്ടാ എന്ന് ചോദിക്കണം. ദാറ്റ് വാസ് ദ സിറ്റുവേഷൻ. ഇന്ത്യ ഈസ് ഫാർ ഫാർ ബെറ്റർ. എന്താ സുഖം നമ്മുടെ നാട്ടിൽ. നരേന്ദ്രമോദിയുടെ ചോറ് വാങ്ങിച്ചിരുന്നിട്ട് അങ്ങേരെ തെറി പറയാൻ പറ്റി വേറെ ഒരു രാജ്യത്ത് നടക്കില്ല. എന്തായാലും നരേന്ദ്രമോദി വന്ന് ഇനി രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും തല വെക്കാതിരിക്കട്ടെ. താങ്ക് യു സർ.